ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സെക്കൻഡ് ചാപ്റ്റർ ആണ്. നവോമി ഷിഹാബ് നായ് എന്ന പോയറ്റിന്റെ സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള പോമാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് നേരെ പോം വായിക്കാം. ലൈഫ് ടീച്ചേഴ്സ് അസ് ലെസൺസ് എസ്പെഷ്യലി ഇൻ സാഡ് ആൻഡ് ചാലഞ്ചിങ് ടൈംസ്. നമ്മളുടെ ജീവിതത്തിലെ വിഷമമുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ ജീവിതം നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ടല്ലേ. ലെറ്റ്സ് റീഡ് എ പോം ദാറ്റ് ഓഫേഴ്സ് സച്ച് എൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതുപോലെ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ഒരു പോമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. With sadness, there is something to rub against, a wound tend with lotion and cloth. When the world falls in around you, you have pieces to pick up, something to hold in your hands like ticket stubs or change. ഇവിടെ കവി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് പറയുന്നത്. കവി പറയുന്നത് സന്തോഷത്തെക്കാളും നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് എളുപ്പം സങ്കടമാണെങ്കിൽ ഒരു മുറിവിനെ എങ്ങനെയാണ് നമ്മൾ ലോഷനും ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ച് പരിചരിക്കുന്നത്, അതുപോലെയാണ് നമ്മൾ പരിചരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു അപകടത്തിൽ ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങൾ പോലെയോ അല്ലെങ്കിൽ ടിക്കറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ ടിക്കറ്റ് കീറിയിട്ട് നമ്മുടെ കയ്യിൽ തരൂലേ, അതിനെ നേരിടാനായിട്ട് ശ്രമിക്കും. പക്ഷെ സന്തോഷം നമുക്ക് അങ്ങനെ നേരിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. The speaker notes how much easier it is to process sadness. ഇവിടെ കവി പറയുന്നത് സങ്കടത്തിനെ പ്രോസസ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്നാണ്. Sadness is tangible. It is like a wound requiring care. When life crumbles, we have physical remnants to hold like loose change. Happiness, however, floats freely. It doesn't need to be managed, held down or fixed. പക്ഷെ സന്തോഷമാണെങ്കിലോ അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അതിന് നമുക്ക് കെയർ ചെയ്യേണ്ടതോ ഫിക്സ് ചെയ്യേണ്ടതോ മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. It simply arrives and departs on its own timeline. സന്തോഷം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സമയത്ത് വന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നു, വരുന്നു, പോകുന്നു. പക്ഷെ സങ്കടം അങ്ങനെയല്ല അല്ലെ, നമ്മളാണ് അതിനെ മാനേജ് ചെയ്ത് അതിന് ഒരു മുറിവിനെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കുന്നത്. പക്ഷെ സന്തോഷമാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് അതിന്റേതായ ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് സ്വയം പോവുകയാണ്. ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്. ഇറ്റ് ഡസന്റ് നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ. ഇറ്റ് ഡസന്റ് നീഡ് എനിത്തിങ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഹാപ്പിനെസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിറഞ്ഞു വരികയാണ്. നമ്മൾ അതിനെ പിടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിനെ മാനേജ് ചെയ്യേണ്ട. ഇറ്റ് ഡസന്റ് നീഡ് എനിത്തിങ്. അതിനൊന്നും ആവശ്യമില്ല. ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ് സിംഗിങ് ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വോണ്ട്സ് ടു. ഇവിടെ പറയുന്നത് സന്തോഷം തൊട്ടടുത്ത വീടിന്റെ മേൽക്കൂരയിലേക്ക് പോയി അവിടെ പാട്ട് പാടുന്നു എന്നാണ്. അതിന്റെ അർത്ഥം സന്തോഷം അതിന് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലമില്ല, നമ്മളുടെ അടുത്ത് തന്നെ സന്തോഷം നിൽക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇവിടെ കവി പറയുന്നത് നമുക്ക് എപ്പോഴാണോ സന്തോഷം ലഭിക്കുന്നത് ആ മൊമെന്റ്സ് നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ്. കാരണം എന്താണ്, സന്തോഷം ഫ്ലോട്ട് ചെയ്ത് ഒഴുകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇവിടെ എപ്പോഴും അത് വേണം എന്ന് പറയാൻ പറ്റില്ല. അതിനെങ്ങോട്ടാണോ പോവാൻ പറ്റുന്നത് അങ്ങോട്ടത് പോകും. യു ആർ ഹാപ്പി either way. Even the fact that you once lived in a peaceful tree house and now live over a quarry of noise and dust cannot make you unhappy. ഇവിടെ എന്താണ് പറയുന്നത്, നമ്മൾ രണ്ട് രീതിയിലും സന്തുഷ്ടരാണെന്നാണ്. നമ്മൾ ഒരു സമയത്ത് ഒരു ട്രീ ഹൗസിൽ വളരെ സമാധാനത്തിൽ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു ക്വാറിയിൽ വളരെ ബഹളവും പൊടിയൊക്കെ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. എങ്കിലും ഈ അന്തരീക്ഷത്തിന് നമ്മളെ അൺഹാപ്പി ആക്കാൻ പറ്റില്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. നമ്മൾ രണ്ട് സാഹചര്യത്തിൽ ജീവിച്ചാലും സന്തോഷം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവും. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം എക്സ്റ്റേണൽ ആയിട്ട് പുറം ലോകവുമായിട്ട് ബന്ധമില്ല. അത് നമ്മളുടെ ഇന്റേണൽ ആയിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണെന്നാണ് ഈ രണ്ട് വീടുകളുടെ ഇമേജിലൂടെ കവി കാണിക്കുന്നത്. Everything has a life of its own. It too could wake up filled with possibilities of coffee cake and ripe peaches and love even the floor which needs to be swept, the soil, linen and scratch records. ഇവിടെ കവി പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ലൈഫ് ഉണ്ട്, എല്ലാ ചെറിയ കാര്യങ്ങളിലും അതിൻ്റെതായിട്ടുള്ള സന്തോഷം ഉണ്ടെന്നാണ്. Everything has a life of its own. It too could wake up filled with possibilities of coffee cake and ripe peaches. എന്താണ്, കോഫി കേക്കിലും റൈപ്പ് പീച്ചിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ പൊടി പിടിച്ച നിലങ്ങളിലും സ്ക്രാച്ച് റെക്കോർഡ്സിലും ഇങ്ങനെ അപൂർണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുന്നതാണ്. നമ്മളുടെ ജീവിതത്തിലെ കുറവുകളെയും പ്രശ്നങ്ങളെ പറ്റി മാത്രം ചിന്തിക്കാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന ഈ കോഫി കേക്ക്, തുടയ്ക്കാനുള്ള നിലങ്ങളും പൊടി പിടിച്ചെടുക്കുന്ന നിലങ്ങളും സ്ക്രാച്ച് റെക്കോർഡ്സിലൊക്കെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നതാണ്. ദ സ്പീക്കർ ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് ട്രൂ ഹാപ്പിനെസ് ഡസന്റ് റിലൈ ഓൺ പെർഫെക്റ്റ് സർക്കംസ്റ്റാൻസസ്. Whether living in a tranquil space or a noisy, dusty area, their inner joy remains intact. ഈ കണ്ട വരികളുടെ ഒരു ചെറിയ സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ പറയുന്നത് നമ്മളുടെ ട്രൂ ഹാപ്പിനെസ്, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുപാടുകളോ സർക്കംസ്റ്റൻസിനെയോ മാത്രം ആശ്രയിക്കുന്നതല്ല. വെദർ ലിവിംഗ് ഇൻ എ ട്രാൻക്വിൽ സ്പേസ് ഓർ എ നോയ്സി ഡസ്റ്റി ഏരിയ, their inner joy remains intact.
നമ്മൾ ട്രാൻക്വിലായിട്ട് വളരെ സമാധാനമുള്ള ഒരു ഏറുമാടത്തിൽ താമസിക്കുകയാണെങ്കിലും എന്നാൽ ഒരു ബഹളമുള്ള ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിലും നമ്മളുടെ ഇന്നർ ജോയ്, നമ്മളുടെ ഉള്ളിലെ സന്തോഷം എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാവും. Everything in life has its own inherent vitality, possessing the potential to be filled with simple, everyday delights like coffee, cake and ripe peaches. നമ്മളുടെ ഡെയിലി ലൈഫിലെ സിമ്പിൾ ആയിട്ടുള്ള കോഫി കേക്കിലും റൈപ്പ് പീച്ചസിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Since there is no place large enough to contain so much happiness, you shrug, you raise your hands and it flows out of you into everything you touch. ഇവിടെ കവി പറയുന്നത് സന്തോഷത്തിന് ഒരാളിൽ മാത്രം നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ കൈകൾ ഉയർത്തുമ്പോഴോ അല്ലെങ്കിൽ ചുമലുകളൊക്കെ കുലുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തിനെയൊക്കെ തൊടുമ്പോഴോ അതിലേക്കൊക്കെ ഈ സന്തോഷം ഫ്ലോട്ട് ചെയ്ത് ഒഴുകി പോകുന്നതാണ്. ഇവിടെ കവി പറയുന്നത് സന്തോഷം ഒരാളിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. ഒരാൾ സന്തോഷവാനാകുമ്പോൾ അയാളുടെ ചുറ്റുമുള്ളവരും അയാളെ ആശ്രയിക്കുന്നവരെല്ലാവരും ഹാപ്പി ആവുകയാണ്. അതാണ് ഇവിടെ കവി പറയുന്നത്. സന്തോഷം നമ്മൾ തൊടുന്ന എല്ലാവരിലേക്കും ഒഴുകിയെത്തുന്നു എന്ന്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരാളിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് നമ്മളുടെ ചുറ്റുമുള്ളവരിലേക്കും എത്തും എന്നാണ്. You are not responsible, you take no credit, as the night sky takes no credit for the moon, but continues to hold it and share it, and in that way be known. പിന്നെ കവി പറയുന്നത് ഈ സന്തോഷത്തിന്റെ ഈ ക്രെഡിറ്റ് നമ്മളുടേത് മാത്രമല്ല, നമ്മൾ മാത്രമാണ് ഈ സന്തോഷം ഉണ്ടാക്കിയത്, ഇത് നമ്മൾ മാത്രം ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് നമ്മൾ പറയരുത്. ഇവിടെ കവി വളരെ നല്ലൊരു കമ്പാരിസൺ ആണ് നടത്തുന്നത്. രാത്രിയിൽ ആകാശമാണ് ചന്ദ്രന് ഇടം കൊടുക്കുന്നത് അല്ലെ, പക്ഷെ ഈ ആകാശം ഈ ചന്ദ്രന്റെ വെളിച്ചത്തിനോ നിലാവിനോ ഒന്നും ക്രെഡിറ്റ് എടുക്കുന്നില്ല. ആകാശമാണ് ഇതിന് റെസ്പോൺസിബിൾ എന്ന് പറയുന്നില്ല. അതുപോലെ ആയിരിക്കണം നമ്മളും മറ്റുള്ളവരിലേക്ക് സന്തോഷം കൈമാറുമ്പോൾ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കരുത്. ഞാൻ മാത്രമാണ് ഈ സന്തോഷം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഇതിന് റെസ്പോൺസിബിൾ എന്ന് പറയരുത്. അതിനു പകരം ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നിസ്വാർത്ഥമായിട്ട് ഷെയർ ചെയ്യണം, പങ്കുവെക്കണം എന്നാണ് കവി പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടേണ്ടത്. ഇൻ ദാറ്റ് വേ ബി നോൺ എന്നാണ് കവി പറയുന്നത്. ഇത്രയും ഭാഗത്തിന്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം. Because joy cannot be contained, it naturally overflows and radiates into everything the speaker touches. സന്തോഷത്തിന് ഒറ്റയ്ക്ക് ഒരാളിൽ മാത്രം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കവി ആരെയൊക്കെ തൊടുന്നു അങ്ങോട്ടൊക്കെ ഈ സന്തോഷം എത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുന്ന ഒരു കാര്യമാണ്. The speaker realizes they are not responsible for creating or possessing this happiness. കവി പറയാണ് നമ്മൾ മാത്രമല്ല ഈ സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ നമ്മളുടേത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. Instead, they act like the night sky, which takes no credit for the moon but simply holds and shares its light so it can be known. ഇവിടെയാണ് കവി ആകാശത്തിന്റെ ഒരു കമ്പാരിസൺ കൊണ്ടുവരുന്നത്. ആകാശം രാത്രിയിൽ ഈ ചന്ദ്രന് ഇടം നൽകുകയാണ്, പക്ഷേ അതിനെ സിംപ്ലി ഹോൾഡ് ചെയ്ത് അതിന്റെ ലൈറ്റ് ഷെയർ ചെയ്യാണ്. ആ രീതിയിൽ അറിയപ്പെടാനാണ് കവി പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള കവിത വരുന്നത്. നമ്മളുടെ ലൈഫിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും, സിമ്പിൾ ഡെയിലി ലൈഫിലെ കാര്യങ്ങളിലും സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റും. സന്തോഷം എന്ന് പറയുന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, അത് നമ്മൾ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരിലേക്കും പങ്കിടണം എന്നൊക്കെയാണ് ഈ കവിതയിൽ കവി നമ്മളോട് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് The poet finds joy even in ordinary imperfect things. കവിതയിൽ വളരെ ഓർഡിനറി ആയിട്ടുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും കവി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ലിസ്റ്റ് 3 ordinary things from your life that add beauty to your life. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ ഇതുപോലെയുള്ള വളരെ സാധാരണമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തിലൊക്കെയാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് എന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ദ എറോമ ഓഫ് മോർണിംഗ് ടീ ദറ്റ് ഗിവ് എ പീസ്ഫുൾ സ്റ്റാർട്ട് ടു ദി ഡേ. നല്ല രാവിലെയുള്ള ചായയുടെ നല്ല മണമാണ്, അത് നമ്മുടെ ഒരു ദിവസത്തിന് തന്നെ ഒരു സ്റ്റാർട്ടും ഒരു സന്തോഷമാണ് നൽകുന്നത്. പിന്നെ വരുന്നത് ദ സൗണ്ട് ഓഫ് റെയിൻ ഫാളിംഗ് ഓൺ ദ റൂഫ് ബ്രിങ്ങിങ് കാം ആൻഡ് കംഫർട്ട്. മഴ പെയ്യുമ്പോഴുള്ള ശബ്ദമാണ് അടുത്തത് പറയുന്നത്. അടുത്തത് എ ഫേവറേറ്റ് നോട്ട് ബുക്ക് ഫിൽഡ് വിത്ത് മെമ്മറീസ്, ഐഡിയാസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ട് ബുക്ക്, നമ്മുടെ പഴയ നോട്ട് ബുക്ക് ആണെങ്കിൽ അതിൽ നല്ലൊരു മണവും അതുപോലെ തന്നെ അന്നത്തെ ഓർമ്മകളും അന്ന് നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിൽ ഹാപ്പിനെസ് തരുന്നത്. ഇനി നിങ്ങൾ ഏതൊക്കെ സിമ്പിൾ ഓർഡിനറി തിങ്സിലാണ് സന്തോഷം കണ്ടെത്തുന്നത് എന്ന് ഇവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The poet says that sadness is a wound to tend and happiness is something that floats. Do you agree? Discuss. കവി പറയുന്നത് സാഡ്നെസ്, സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു മുറിവ് പോലെയാണ്, നമ്മളുടെ പരിചരണം ആവശ്യമുള്ള ഒരു മുറിവ് പോലെയാണ്. എന്നാൽ സന്തോഷം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒഴുകി പോകുന്നതാണെന്ന്. നിങ്ങൾ ഇതിന് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Yes, I agree with the poet. Sadness often feels like a wound that needs time, care and healing. It demands our attention and emotional strength.
ഞാൻ ഇതിനോട് യോജിക്കുന്നു. കാരണം എന്താണ്, സാഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധയും സമയമൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണല്ലേ. നമുക്കൊരു വിഷമം ഉണ്ടായാൽ അത് മാറാനായിട്ട് കുറെ സമയം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഹാപ്പിനെസ് however is light, effortless and cannot be controlled or possessed. എന്നാൽ സന്തോഷമാണെങ്കിൽ വളരെ ലൈറ്റ് ആണ്, അത് നമുക്ക് നമ്മളുടേത് മാത്രമാണ് എന്ന് പറഞ്ഞ് പൊസസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇറ്റ് അപ്പിയേഴ്സ് അൺഎക്സ്പെക്ടഡ്ലി, സ്പ്രെഡ്സ് നാച്ചുറലി ടു അതേഴ്സ് ആൻഡ് ഫിൽസ് അവർ ലൈഫ്സ് വിത്ത് ഹോപ്പ് ആൻഡ് പോസിറ്റിവിറ്റി. സന്തോഷം എന്ന് പറയുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ പോവുകയും ചെയ്യും. അത് നമ്മളുടെ ചുറ്റുമുള്ളവരിലേക്കും സ്പ്രെഡ് ആവും. അങ്ങനെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സന്തോഷം. അതുപോലെ തന്നെ സന്തോഷം നമ്മളുടെ ലൈഫിൽ ഒരു പ്രതീക്ഷയും പോസിറ്റിവിറ്റിയും ഒക്കെ തരുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. How does the idea conveyed by the lines exhorts us to remain hopeful and patient during difficult phases in life? അപ്പൊ ഈ കവിതയിലെ വരികൾ നമ്മളുടെ ജീവിതത്തിലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രശ്നമുള്ള സമയങ്ങളിലും എങ്ങനെയാണ് പ്രതീക്ഷ കൈവിടാതിരിക്കാൻ നമ്മളോട് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The poet reminds us to remain humble and trust the natural flow of life. ഇവിടെ കവി നമ്മളോട് പറയുന്നത് വളരെ വിനയപൂർവ്വം ഇരുന്ന് നമ്മളുടെ ലൈഫിന് നാച്ചുറൽ ഫ്ലോ അതുപോലെ തന്നെ വിശ്വസിക്കാനാണ്. ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അതിൽ നമ്മൾ വിശ്വസിക്കാനാണ് പറയുന്നത്. ജസ്റ്റ് ആസ് ദ നൈറ്റ് സ്കൈ ക്വൈറ്റ്ലി ഹോൾഡ്സ് ആൻഡ് ഷെയർസ് ദ മൂൺ വിതൗട്ട് ക്ലെയിമിംഗ് ക്രെഡിറ്റ്, വി ഷുഡ് പേഷ്യന്റ്ലി ആക്സെപ്റ്റ് ബോത്ത് ജോയ്ഫുൾ ആൻഡ് ഡിഫിക്കൽട്ട് മൊമെന്റ്സ്. രാത്രിയിലെ ആകാശം വളരെ കാമായിട്ട് ചന്ദ്രനെ ഹോൾഡ് ചെയ്ത് ഒരു ക്രെഡിറ്റും എടുക്കാതിരിക്കുന്നത് പോലെ തന്നെ നമ്മളും നമ്മളുടെ ലൈഫിനെ, ഈ നാച്ചുറൽ ഫ്ലോവിനെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളുടെ ലൈഫിലെ സന്തോഷത്തെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഈവൻ ഡ്യൂറിംഗ് ഹാർഡ്ഷിപ്സ്, hope continues to shine, and by remaining calm, grateful and optimistic, we can inspire others and discover happiness when the time is right. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു സമയം വന്ന് ഇതിൽ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തിയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കവി പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി സോൺ ആണ്. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി ഈ പോം റിസൈറ്റ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഈ പോം റിസൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ടീച്ചർ എങ്ങനെയാണ് അതിനെ അസസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാനാണ്. അതിനു മുമ്പ് എന്താണ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Critical appreciation is an analytical response to a literary piece that shows how the writer conveys the meaning and evokes emotion. It combines clear analysis, textual evidence and personal insight in an objective tone. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റററി വർക്കിനെ, ഒരു എഴുത്തിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്, നമ്മൾ അതിനെ പരിശോധിക്കുകയാണ്. എഴുത്തുകാരൻ എന്താണ് അവിടെ പറയുന്നത്, എന്തൊക്കെ ഇമോഷൻസ് ആണ് വായനക്കാരിൽ എത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ അനലൈസ് ചെയ്യുന്നത്. അതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള അനാലിസിസും ടെക്സ്റ്റുവൽ എവിഡൻസും വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കവി പറയുന്നത്, എന്തൊക്കെ ഇമോഷൻസ് ആണ് അത് ഓഡിയൻസിൽ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ടെക്സ്റ്റുവൽ എവിഡൻസ്, അത് കാണിക്കുന്ന വരികൾ ഇതൊക്കെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ, ഈ വർക്കിനെ പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ വ്യൂസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ എഴുതും. അതാണ് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോം സോ മച്ച് ഹാപ്പിനെസ്. അപ്പൊ ഈ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ഓരോ പാരഗ്രാഫ്സ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ഈ പോയത്തിന്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ തയ്യാറാക്കാം. അപ്പൊ അതിൽ പാരഗ്രാഫ് 1, ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? നെയിം ഓഫ് ദ പോയിറ്റ് ആൻഡ് ദ പോം, കവിതയുടെയും കവിയുടെയും പേര്. ടൈപ്പ് ഓഫ് ദ പോം, എന്ത് തരം കവിതയാണ് ഇത്, ഫിലോസഫിക്കൽ ആണോ, റിഫ്ലക്റ്റീവ് ആണോ, ലിറിക് ആണോ, ഡയഡറ്റിക് ആണോ എന്നാണ്. പിന്നെ സെൻട്രൽ തീം, മെയിൻ ആയിട്ട് ഈ കവിതയിൽ പറയുന്ന ആശയം. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ വേണ്ടത്. അടുത്തത് സെക്കൻഡ് പാരഗ്രാഫ് ആണ്. സെക്കൻഡ് പാരഗ്രാഫിൽ ഈ കവിതയുടെ സമ്മറിയാണ് വേണ്ടത്. സമ്മറൈസ് ഇൻ എ കൺസൈസ് ആൻഡ് ക്രിട്ടിക്കൽ മാനർ, ഹൈലൈറ്റ് ദ പ്രോഗ്രഷൻ ഓഫ് ഐഡിയാസ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഈ കവിതയെ സമ്മറൈസ് ചെയ്യുക. ഐഡിയ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തു പോകുന്നത്, തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ആ ആശയം കവി എഴുതിയിരിക്കുന്നത് എന്ന് നമ്മളിവിടെ പറയണം. അടുത്തത് സ്ട്രക്ചർ ആണ്. മൂന്നാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ ഈ കവിതയുടെ സ്ട്രക്ചറിനെ പറ്റി പറയുന്നത്. ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസസ്, അസസ് റൈം ആൻഡ് റിതം, എക്സാമിൻ ദ വിഷ്വൽ ലേ ഔട്ട്. ഇതൊക്കെയാണ് ഈ സ്ട്രക്ചറിൽ പറയേണ്ട കാര്യങ്ങൾ. പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്, കവിതയുടെ റൈമിംഗ് സ്കീം, പിന്നെ മൊത്തത്തിലുള്ള ഒരു വിഷ്വൽ ലേ ഔട്ട്, ഇതൊക്കെയാണ് ഈ സ്ട്രക്ചറിൽ വരുന്നത്. നാലാമത്തെ പാരഗ്രാഫ് അനാലിസിസ് ആണ്. അനാലിസിസിൽ വരേണ്ട കാര്യങ്ങൾ ഡിസ്ക്രൈബ് ദ ടോൺ ആൻഡ് മൂഡ്, കവിതയുടെ മൂഡ് എന്താണ്,
മെൻഷൻ ദ മെസ്സേജ് കൺവീഡ് ബൈ ദ പോയിന്റ്. എന്ത് മെസ്സേജാണ് കവി ഈ കവിതയിൽ കൂടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്? കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വിത്ത് അതർ പോംസ്. അതുപോലെ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും പോംസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യാം. അതൊക്കെയാണ് 4ാമത്തെ പാരഗ്രാഫിൽ വരുന്നത്. പാരഗ്രാഫ് 5 കൺക്ലൂഷൻ ആണ്. എക്സ്പ്രസ് യുവർ വ്യൂ ഓഫ് ദ പോം. നമ്മൾ ഈ പോയത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് 5ാമത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ തയ്യാറാക്കേണ്ടത്. എല്ലാ പാരഗ്രാഫിലും എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നമ്മളിവിടെ കണ്ടു. ഇനി ഇതൊക്കെ വെച്ച് നമുക്ക് ഈ പോയത്തിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഒന്ന് നോക്കാം. So Much Happiness is a reflective and philosophical poem by Naomi Shihab Nye. The poem explores the nature of happiness and contrasts it with sadness. നവോമി ഷിഹാബ് നായിയുടെ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളതും ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പോമാണ് സോ മച്ച് ഹാപ്പിനെസ്. നമ്മളുടെ ലൈഫിനെ പറ്റി തന്നെ ചിന്തിക്കുന്ന പ്രതിഫലിക്കുന്ന ഒരു കവിതയാണ് സോ മച്ച് ഹാപ്പിനെസ്. സന്തോഷത്തിന്റെ പ്രത്യേകതകളും അതിനെ സങ്കടമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. It presents happiness as a free, limitless emotion that cannot be possessed but can be shared with others. ഈ കവിതയിൽ സന്തോഷത്തെ വളരെ ഫ്രീ ആയിട്ടുള്ളതും ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. The central theme is that true happiness is found in gratitude, humility and the appreciation of life's simple moments. ഈ കവിതയിൽ പറയുന്നത് സന്തോഷം, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലും നന്ദിയിലും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇതെങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിലും ലൈഫിലെ വളരെ ഓർഡിനറി ആയിട്ടുള്ള സാധാരണ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്നാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ സമ്മറിയാണ് പറയുന്നത്. The poem begins by stating that happiness is difficult to contain, unlike sadness, which demands care like a wound. അപ്പൊ ഈ കവിത തുടങ്ങുന്നത് തന്നെ ഹാപ്പിനെസ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്. സങ്കടമാണെങ്കിൽ നമുക്ക് ഒരു മുറിവിനെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കാം എന്നാണ് പറയുന്നത്. The poet then describes happiness as something that floats freely, comes and goes naturally. പിന്നെ കവി പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് ഒഴുകി വരുന്ന ഒരു കാര്യമാണ്. സാഡ്നെസ്സിനെ പോലെയല്ല, ഹാപ്പിനെസ് വളരെ നാച്ചുറൽ ആയിട്ട് വരികയും പോവുകയും ചെയ്യുന്നു എന്നാണ്. She explains that genuine happiness is not affected by external circumstances and enables us to appreciate even ordinary and imperfect things. പിന്നെ കവി പറയുന്നത് നമ്മളുടെ ചുറ്റുപാടുള്ള ബാഹ്യ അന്തരീക്ഷത്തിൽ മാത്രമല്ല സന്തോഷമുള്ളതെന്നാണ്. നമ്മുടെ ചുറ്റുപാട് എന്തുമാണെങ്കിലും നമ്മളുടെ ഉള്ളിലാണ് ട്രൂ ഹാപ്പിനെസ്. നമ്മളുടെ ലൈഫിലെ സിമ്പിൾ ഓർഡിനറി തിങ്സിൽ നിന്ന് സന്തോഷം കണ്ടെത്താനാണ് കവി പറയുന്നത്. In the final line, the poet compares a happy person to the night sky that silently holds and shares the moon, emphasizing that happiness should be shared humbly without seeking recognition. അവസാനത്തെ സ്റ്റാൻസയിൽ കവി പറയുന്നത് സന്തോഷമുള്ള ഒരു ഹാപ്പി പേഴ്സൺ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ആകാശം പോലെയാണ്. മൂണിന് ഹോൾഡ് ചെയ്യുന്ന ആകാശം ഒരു ക്രെഡിറ്റും എടുക്കുന്നില്ല. അതുപോലെ ആയിരിക്കണം ഒരു ഹാപ്പി പേഴ്സൺ. തന്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് വളരെ ഫ്രീ ആയിട്ട് കൊടുക്കണം. അതിൽ വളരെ ഹമ്പിളായിട്ട് നിസ്വാർത്ഥമായിട്ട് വേണം നമ്മൾ ഈ സന്തോഷം ഷെയർ ചെയ്യാനായിട്ട്. അതിൽ നമ്മളൊരു ക്രെഡിറ്റോ റെസ്പോൺസിബിലിറ്റിയോ എടുക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഈ കവിത അവസാനിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ പോയത്തിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് പറയുന്നത്. The poem is written in free verse with no fixed rhyme scheme or regular rhythm, making it conversational and reflective. ഫ്രീ വേഴ്സിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഒരു റൈം സ്കീമോ ഒരു റിതമോ ഒന്നും ഈ കവിതയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ കോൺവെർസേഷണൽ, ഒരു സംഭാഷണ രീതിയിലാണ് വരുന്നത്. റിഫ്ലക്റ്റീവ് ആയിട്ട് ലൈഫിനെ പറ്റി സ്വയം ചിന്തിക്കുന്ന ഒരു കവിതയാണിത്. The poet effectively uses metaphors such as sadness being a wound and happiness that floats along with personification, imagery, symbolism and contrast. The visual layout with its short and uneven lines mirrors the natural flow of thoughts and emotions. ഈ കവിതയിലെ കവി മെറ്റഫർ ഉപയോഗിച്ചിരിക്കുന്നത് സാഡ്നെസ്സിനെ ഒരു മുറിവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് ഹാപ്പിനെസ്സിനെ കാണിച്ചിട്ടുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറെ ഇമേജറിയും സിമ്പിൾസും ഒക്കെ ഈ കവിതയിലുണ്ട്. നൈറ്റ് സ്കൈ വരുന്നുണ്ട്, പിന്നെ സ്ക്രാച്ച് റെക്കോർഡ്സ്, ഫ്ലോർ, അങ്ങനെ കുറെ ഇമേജസ്, ഇംപെർഫെക്റ്റ് തിങ്സിന്റെ ഒക്കെ ഇമേജ് നമുക്ക് ഈ കവിതയിൽ കാണാം. പിന്നെ ഈ കവിതയുടെ വരികളുടെ ലെങ്ത് എന്ന് പറയുന്നത് അണീവൻ ആണ്. ചില വരികൾ വലുതാണ്, ചിലത് ചെറുതാണ്. അങ്ങനെ ഈ അണീവനും ഷോർട്ടുമായിട്ടുള്ള ഈ വരികളുടെ ഈ ലെങ്ത് ഈ കവിയുടെ തോട്ട്സിനെയാണ് കാണിക്കുന്നത്. ഒരു നാച്ചുറൽ ഫ്ലോ ആണ് ഇത് കാണിക്കുന്നത്. The tone of the poem is thoughtful, optimistic and inspiring, while the mood is peaceful and uplifting. കവിതയുടെ ടോൺ എന്ന് പറയുന്നത് വളരെ തോട്ട്ഫുൾ ആണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്, വളരെ പോസിറ്റീവ് ആയിട്ടാണ് കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻസ്പയറിംഗ്. കവിതയുടെ ഹോൾ മൂഡ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആണ്. The poet conveys the message that happiness is a gift that grows when shared with others. ഇവിടെ കവി പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? സന്തോഷം എപ്പോഴാണ് വളരുന്നത്? അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോഴാണ്. ലൈക്ക് വില്യം വേർഡ്സ്വർത്ത് പോംസ് ദാറ്റ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ഓർഡിനറി ലൈഫ്, this poem also encourages readers to find joy in simple experience and remain humble despite life's challenges.
ഇവിടെ മറ്റൊരു കവിയുമായിട്ടാണ് ഈ പോയത്തിനെ കമ്പയർ ചെയ്യുന്നത്. വില്യം വേർഡ്സ്വർത്തിന്റെ കവിതകളിലൊക്കെ നമുക്ക് കാണാം ലൈഫിലെ സിമ്പിൾ തിങ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ കവിതയിലും ലൈഫിലെ സിമ്പിൾ തിങ്സിലും നമുക്ക് ഹാപ്പിനെസ് കാണാം. അതുണ്ടെങ്കിൽ ലൈഫിലെ ഹാർഡ്ഷിപ്സിനെയും ബുദ്ധിമുട്ടിനെയും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫേസ് ചെയ്ത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് കവി പറയുന്നത്. അപ്പൊ ഇതേ ആശയമുള്ള ഏതെങ്കിലും വേറെ പോം നിങ്ങൾക്ക് അറിയെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. Overall, So Much Happiness is a profound and beautifully crafted poem that inspires readers to embrace happiness with gratitude and generosity. ഓവറോൾ സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. നമ്മളുടെ ലൈഫിലെ സന്തോഷത്തെ വളരെ നന്ദിയോട് കൂടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യാനാണ് കവി പറയുന്നത്. Its simple language, rich imagery and universal message make it both memorable and meaningful. അപ്പോൾ ഈ കവിതയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, റിച്ച് ഇമേജറി, പലതരം ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ മെസ്സേജ് ഈ കവിതയെ വളരെ മീനിങ്ഫുള്ളും മെമ്മറബിളും ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ കവിതയുടെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട പാരഗ്രാഫ്സ്, ഓരോ പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം വേറെ കവിതകളുടെ ആയാലും അപ്രിസിയേഷൻ എഴുതാനായിട്ട് നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്തായാലും ഓരോ പാരഗ്രാഫിലും എന്തൊക്കെയാണ് വരുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ പോയത്തിന്റെ സോ മച്ച് ഹാപ്പിനെസിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം വരുന്നത്, നൗ ദാറ്റ് വി ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ടു അപ്രിഷിയേറ്റ് എ പോം, ലെറ്റ്സ് സീ ഹൗ വി മേ കമ്പയർ വൺ പോം വിത്ത് അനദർ. ഒരു കവിത എങ്ങനെയാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു കവിതയെ മറ്റൊരു കവിതയായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യുക എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത് എമിലി ഡിക്കിൻസന്റെ ഇഫ് ഐ കൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്നുള്ള കവിതയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ കവിത വായിക്കാം. ഇഫ് ഐ കൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. ഇഫ് ഐ കൻ ഈസ് one life the aching or cool one pain or help one fainting robin unto his nest again I shall not live in vain. ഇതാണ് എമിലി ഡിക്കിൻസന്റെ കവിത. ഇവിടെ കവി പറയുന്നത് ഒരു ഹൃദയത്തിനെയെങ്കിലും തകരാതെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ എന്റെ ലൈഫ് അർത്ഥവത്തായി മീനിങ്ഫുൾ ആയി എന്നാണ്. അതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിലെ വേദന മാറ്റാനോ കൂട്ടിൽ നിന്ന് വീഴുന്ന ഒരു പക്ഷിയെ തിരിച്ച് അതിന്റെ കൂട്ടിലേക്ക് ചേർക്കാൻ കഴിയുകയാണെങ്കിൽ എന്റെ ജീവിതം വെറുതെ ആവില്ല എന്നാണ്. അപ്പൊ ഇതാണ് എമിലി ഡിക്കിൻസന്റെ ഇഫ് ഐ കൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്ന കവിത. ഇനി ഈ കവിതയെയാണ് നമ്മളുടെ സോ മച്ച് ഹാപ്പിനെസ് എന്ന കവിതയുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ രണ്ട് കവിതകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് ആദ്യം വായിക്കാം, എന്നിട്ട് നമുക്ക് ഈ രണ്ട് കവിതകളെയും കമ്പയർ ചെയ്ത് എഴുതാം. അപ്പൊ രണ്ട് കവിതകളെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? When comparing two poems, read both carefully and reflect on their ideas presented in them. രണ്ട് കവിതകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ട് കവിതകളെയും വളരെ കൃത്യമായിട്ട് വായിക്കുക, കെയർഫുള്ളി വായിച്ചിട്ട് അതിൽ എന്ത് ഐഡിയ ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. Introduce both poems in the same paragraph. Briefly mention why they can be compared. അടുത്തതെന്ന് പറയുന്നത് രണ്ട് കവിതകളെയും ഒരു പാരഗ്രാഫിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്തിനാണ് നമ്മൾ അവരെ കമ്പയർ ചെയ്യുന്നതെന്ന് വളരെ ചെറുതായിട്ട് മെൻഷൻ ചെയ്യണം. രണ്ട് കവിതകളും ഏകദേശം സിമിലർ തീമായിരിക്കും അല്ലെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ആ കാര്യമാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പയർ ഹൗ ദ പോയിറ്റ്സ് ട്രീറ്റ് ദ തീം. എങ്ങനെയാണ് കവികൾ ആ തീം പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. Use expressions such as while, whereas, on the other hand, and similarly to highlight similarities and differences. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. while, whereas, on the other hand, similarly, അതുപോലെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. Focus on how the central idea develops in each poem. അടുത്തത് മെയിൻ ആയിട്ടുള്ള ആശയം, കവിതയുടെ പ്രധാന ആശയം എങ്ങനെയാണ് രണ്ട് കവിതകളിലും ഡെവലപ്പ് ചെയ്യുന്നത്, അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Compare the function and effect of the poetic devices used. Examine the structural features of the poems. അടുത്തത് poetic devices ആണ്. രണ്ട് കവിതകളിലും ഏതൊക്കെ poetic devices ആണ് അതിനെ കമ്പയർ ചെയ്യണം. കവിതയുടെ structural features, കവിതയുടെ ഘടന എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണം. Express your view and the reason for it. Conclude with a statement that connects the main ideas of both poems. അവസാനത്തെ പാരഗ്രാഫിൽ ഈ കവിതയെ പറ്റിയുള്ള നമ്മളുടെ അഭിപ്രായമാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് കവിതകളെയും കണക്ട് ചെയ്യുന്ന മെയിൻ ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് രണ്ട് കവിതകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യം. അപ്പൊ നമ്മൾ നേരത്തെ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിലെ പോയിന്റ്സ് പറഞ്ഞതുപോലെ തന്നെ കമ്പയർ ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനുപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇഫ് ഐ കൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്ന കവിതയെ സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള നമ്മളുടെ കവിതയുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാം.
So Much Happiness by Naomi Shihab Nye and If I Can Stop One Heart from Breaking by Emily Dickinson are reflective poems that celebrate the positive impact of human emotions and actions. നവോമി ഷിഹാബ് നായിയുടെ സോ മച്ച് ഹാപ്പിനെസ്സും എമിലി ഡിക്കിൻസന്റെ ഇഫ് ഐ കൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് ഈ രണ്ട് കവിതകളും റിഫ്ലക്റ്റീവ് പോംസ് ആണ്. നമ്മളുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഈ രണ്ട് കവിതകളിലും മനുഷ്യന്റെ ആക്ഷൻസും ഇമോഷൻസും ഒക്കെ എങ്ങനെയാണ് മറ്റുള്ളവരിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് പ്രതിഫലിക്കുന്നത് എന്നാണ് പ്രസന്റ് ചെയ്യുന്നത്. വൈൽ Nye explores the boundless nature of happiness and the joy of sharing it, Dickinson highlights the value of compassion and helping others. നവോമി ഷിഹാബ് നായ് ഹാപ്പിനെസിന്റെ സന്തോഷത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്, അത് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിൽ എമിലി ഡിക്കിൻസൺ മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മളുടെ ലൈഫിനെ എത്രത്തോളം മീനിങ് ഫുൾ ആക്കും എന്നാണ് പറയുന്നത്. Both poems inspire readers to make life meaningful through kindness and selflessness. രണ്ട് കവിതകളും വായനക്കാരെ ഇൻസ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. വളരെ ദയയോടുകൂടി നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, നമ്മളുടെ സന്തോഷം പങ്കിടണം തുടങ്ങിയ കാര്യങ്ങളാണ് രണ്ട് കവിതകളിലും പറയുന്നത്. The central theme of both the poems are closely related. രണ്ട് കവിതകളുടെയും പ്രധാന ആശയം വളരെയധികം ബന്ധമുള്ളതാണ്. So Much Happiness suggests that happiness is a gift that naturally spreads to everyone around us. സോ മച്ച് ഹാപ്പിനെസ്സിൽ പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് പോലെയാണ്. അത് നമ്മളുടെ ചുറ്റുമുള്ളവരിലേക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ഒഴുകി പോകുന്ന സ്പ്രെഡ് ആവുന്ന ഒരു കാര്യമാണ്. On the other hand, If I Can Stop One Heart from Breaking emphasizes that even a small act of kindness can give purpose to one's life. പക്ഷേ If I Can Stop One Heart from Breaking എന്ന കവിതയിൽ കവി പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഒരു ചെറിയ ആക്ഷൻ നമ്മളുടെ ലൈഫിനെ തന്നെ ഒരു മീനിങ് ഫുൾ ഒരു പർപ്പസ് കൊണ്ടുവരുന്നതാണ്. While Nye focuses on the inner feeling of happiness, Dickinson stresses the importance of easing another person's pain. Nye പറയുന്നത് നമ്മളുടെ ഇന്നർ ഹാപ്പിനെസ്, ഉള്ളിലുള്ള സന്തോഷത്തെ പറ്റിയാണെങ്കിൽ എമിലി ഡിക്കിൻസൺ പറയുന്നത് നമ്മളുടെ ഒരു ആക്ഷൻ മറ്റുള്ളവരുടെ ഒരു വേദന എങ്ങനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മളുടെ ഹ്യൂമൻ ആക്ഷൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. Both poets believe that true fulfillment comes from enriching the lives of others. രണ്ട് കവിതകളും പറയുന്നത് ട്രൂ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു മീനിങ് കിട്ടുന്നത് മറ്റുള്ളവരുടെ ലൈഫിനെ നമ്മൾ എൻറിച്ച് ചെയ്യുമ്പോൾ, നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ്. Structurally, both poems are written in free verse with simple and conversational language. രണ്ട് കവിതകളും സിമ്പിൾ ലാംഗ്വേജിലാണ്, ഫ്രീ വേഴ്സിലാണ് രണ്ടും എഴുതിയിരിക്കുന്നത്. Naomi Shihab Nye uses vivid imagery, metaphor, personification, symbolism and contrast to portray happiness as something free and limitless. Imagery, metaphor, personification, symbolism തുടങ്ങിയ poetic devices ഒക്കെ നായുടെ കവിതയിൽ കാണാം. എമിലി ഡിക്കിൻസൺ employs imagery, repetition, symbolism and alliteration to convey the significance of compassion. എമിലി ഡിക്കിൻസൺ ആണെങ്കിലോ റിപ്പറ്റേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, വരി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇമേജസ് വരുന്നുണ്ട്, റോബിന്റെ ഇമേജ് വരുന്നുണ്ട്, സിംബോളിസം ആൻഡ് എലിറ്ററേഷൻ. എലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ് എലിറ്ററേഷൻ. അതും ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. The absence of elaborate rhyme scheme in both poems enhances their reflective and thoughtful nature. രണ്ട് കവിതയിലും ഒരു റൈം സ്കീം ഇല്ല. അത് ഈ കവിതയുടെ ഒരു thoughtful nature, അതിന്റെ ഒരു റിഫ്ലക്റ്റീവ് നേച്ചർ ആണ് കാണിക്കുന്നത്, പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. The tone of So Much Happiness is joyful, hopeful and philosophical, creating an uplifting mood. സോ മച്ച് ഹാപ്പിനെസിന്റെ ടോൺ എന്ന് പറയുന്നത് വളരെ ജോയ്ഫുൾ, ഒരു സന്തോഷം തരുന്ന ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ടോണാണ്. അത് മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻ കോൺട്രാസ്റ്റ്, പക്ഷെ അതിന് വിപരീതമായിട്ട് If I Can Stop One Heart from Breaking has a gentle, compassionate and sincere tone that evokes empathy. പക്ഷെ ഡിക്കിൻസന്റെ കവിതയിൽ വളരെ ജെന്റിൽ ആയിട്ടുള്ള വാക്കുകളാണ്, കമ്പാഷനേറ്റ്, സിൻസിയർ ടോൺ ആണ്. അത് ഓഡിയൻസിൽ ഒരു എംപതിയാണ് കൊണ്ടുവരുന്നത്. മറ്റുള്ളവരുടെ ഫീലിംഗ്സ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഓഡിയൻസിൽ കൊണ്ടുവരുന്നത്. Both poems convey the message that life becomes meaningful when we share our blessings with others, whether through happiness or acts of kindness. രണ്ട് കവിതയിലും പറയുന്നത് ലൈഫ് മീനിങ് ഫുൾ ആവുന്നത് നമ്മളുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ്സ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നതിലൂടെയാണ്. അത് സന്തോഷമാകട്ടെ അല്ലെങ്കിൽ ആക്ഷൻസ് ആവട്ടെ, രണ്ടും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ലൈഫ് മീനിങ് ഫുൾ ആവുന്നത്. ബോത്ത് പോംസ് ലീവ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ വിത്ത് ദെയർ യൂണിവേഴ്സൽ മെസ്സേജസ്. While So Much Happiness encourages us to spread joy with humility, If I Can Stop One Heart from Breaking teaches us that even the smallest act of kindness can make life worthwhile. ഇപ്പോൾ സോ മച്ച് ഹാപ്പിനെസ്സിൽ നമ്മളുടെ ജോയ്, സന്തോഷം ഷെയർ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ എമിലി ഡിക്കിൻസൺ പറയുന്നത് വളരെ ചെറിയ പ്രവർത്തികളിലൂടെ നമ്മളുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കാം എന്നാണ്. Together, they reminds us that generosity, compassion and positivity are the true sources of a meaningful life. ഈ രണ്ട് കവിതകളിലും പറയുന്നത്
ജനറോസിറ്റി, കമ്പാഷൻ, എംപതി, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, പോസിറ്റിവിറ്റി, ഇതൊക്കെ നമ്മളുടെ ലൈഫിന് ഒരു മീനിങ് തരുന്ന കാര്യങ്ങളാണെന്നാണ്. ഇങ്ങനെയാണ് കമ്പാരിസൺ വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടു എന്തൊക്കെ കാര്യങ്ങളാണ് രണ്ട് കവിതകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന്. അപ്പൊ ആ രീതിയിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ആക്ടിവിറ്റിയോടുകൂടി സോ മച്ച് ഹാപ്പിനെസ് എന്ന ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കോമന്റ് ചെയ്യണം. അടുത്ത ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.